ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം. ശബരിമലയിൽ വെച്ച് തുടങ്ങിയ ബന്ധമാണെന്നും നിരവധി തവണ വീട്ടിൽ വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നുമാണ് ജയറാമിന്റെ മൊഴി. കേസിൽ ജയറാമിനെ സാക്ഷിയാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടൻ ജയറാമുമായി സൗഹൃദമുണ്ടായിരുന്നു, വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ്. ചില ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അന്ന് ജയറാം നടത്തിയ പ്രതികരണം പോറ്റിയുമായി ശബരിമലയിൽ വെച്ച് കണ്ടുള്ള സൗഹൃദമാണ്, അയാൾ ഇങ്ങനെയൊരു വലിയൊരു ഗൂഢാലോചനയിലോ കുറ്റകൃത്യത്തിലോ പങ്കെടുക്കുമെന്ന കാര്യം താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല എന്നാണ്. എന്തായാലും തുടരന്വേഷണത്തിൻ്റെ ഭാഗമായാണ് SIT ജയറാമിൻ്റെ വസതിയിലെത്തി ജയറാമിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ചോദ്യം ചെയ്യലിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ജയറാമിൽ നിന്ന് ചോദിച്ചറിഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്ര നാളായി ബന്ധമുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ആ സൗഹൃദം തുടങ്ങിയത്, അതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോഴൊക്കെ ജയറാമിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്, ഈ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച ഈ സ്വർണം അത് അല്ലെങ്കിൽ ആ പാളികൾ അത് പൂജകളുടെ ഭാഗമായി തെറ്റിദ്ധരിപ്പിച്ച് ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന പൂജകൾ നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ജയറാമിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ തുടരന്വേഷണത്തിൽ ജയറാമിൻ്റെ ഭാഗത്തുനിന്ന് എടുത്ത മൊഴി കേന്ദ്രീകരിച്ച് വിശദമായൊരു അന്വേഷണം നടത്താനുള്ളൊരു നീക്കത്തിലേക്കായിരിക്കും SIT എത്തുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ജയറാമിൽ നിന്ന് ഈ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരിക്കുന്നത്. എന്തായാലും തുടർ നീക്കങ്ങളുടെ ഭാഗമായി ജയറാം നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം SIT നടത്തുമെന്നാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ജാമ്യാപേക്ഷ നൽകി. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയത്. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞതോടെ സ്വാഭാവിക ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.